ഇതാണ് തിരുവനന്തപുരത്തെ സുനിൽ വാക്സ് മ്യൂസിയം. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഈ മ്യൂസിയത്തിലെ ജീവൻ തുടിക്കുന്ന മെഴുകു പ്രതിമകൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ഡോർ തുറന്നാൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സ്ഥലമാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീസ്. ഇനി ഇതിലെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മ്യൂസിയത്തിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയാണ്. 1869 ഗുജറാത്തിലെ പോർബന്തറിൽ ഒക്ടോബർ 2-നാണ് അദ്ദേഹത്തിന്റെ ജനനം. നിസ്സഹകരണ പ്രസ്ഥാനവും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും ദണ്ഡി മാർച്ചും കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ച ഇദ്ദേഹത്തെ നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് 1948 ജനുവരി 30-ന് ഇദ്ദേഹം മരണമടഞ്ഞു. ഇത് അണ്ണാ ഹസാരെ, ഒരു കാലത്ത് ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന വ്യക്തി. ഇത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേൽ. ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റു. ഇത് അഭിനന്ദൻ വർത്തമാൻ, പാക് സൈന്യം തട്ടിക്കൊണ്ടുപോയി വാർത്തകളിൽ ഇടം നേടിയ വ്യോമസേന ഉദ്യോഗസ്ഥൻ. ഇത് ഹിന്ദുവിനും മുസ്ലിമിനും ഒരുപോലെ ആരാധ്യനായ ഷിർദി സായിബാബ. ഇത് മലയാളികൾക്ക് ഏറെ സുപരിചിതനായ തമിഴ് സിനിമാ നടൻ പ്രകാശ് രാജ്. ഇത് ആർട്ട് ഓഫ് ലിവിങ്ങിലൂടെ പ്രശസ്തനായ ശ്രീ രവിശങ്കർ. ഇത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മറ്റൊരു മുതിർന്ന നേതാവ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇത് 2 തവണയായി 7 വർഷത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ഉമ്മൻചാണ്ടി. ഇത് ശ്രീനാരായണ ഗുരു, കേരളത്തിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കുമെതിരെ പടപൊരുതിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഇത് പോപ്പ് ഫ്രാൻസിസ്, ആഗോള കത്തോലിക്ക സഭയുടെ 266-ാമത്തെ മാർപ്പാപ്പ. വി ആർ കൃഷ്ണയ്യർ, സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ്. കൂടാതെ കേരള നിയമസഭയിലെ ആദ്യത്തെ നിയമമന്ത്രി ഇദ്ദേഹമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബി ആർ അംബേദ്കർ. രാജാ രവിവർമ്മ, രാജാക്കന്മാരിലെ ചിത്രകാരന്മാരിലെ രാജാവും എന്നറിയപ്പെടുന്നു. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ശില്പി രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാ സാഹേബ് ഫാൽക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരം ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ഇത് ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന ശ്രീ ചിത്ര തിരുനാൾ. 12 വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹം തിരുവിതാംകൂർ മഹാരാജാവായത്. കേരള യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ഇദ്ദേഹമാണ്. ഇത് നമ്മുടെ സ്വന്തം ഇന്നസെന്റ്. ഇത് UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. രാജമൗലി സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ സിനിമ ബാഹുബലി. 2015-ലാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. ഇതാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കിരീടം നേടുന്ന ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. കാൽപന്ത് കളിയിലെ ദൈവം എന്നറിയപ്പെടുന്ന ഡിയോ മറഡോണ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഹിന്ദി സിനിമാ താരം സൽമാൻ ഖാൻ. അതുപോലെ മറ്റൊരു ഹിന്ദി സിനിമാ താരം കരീന കപൂർ. ഇത് റാണ രഘുപതി. മലയാള സിനിമയിൽ പൗരുഷത്തിന്റെ പ്രതീകമായ ജയൻ. തെലുങ്ക് സിനിമാ താരം വെങ്കടേഷ്. ഇത് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി. മലയാള സിനിമയുടെ 6-ാം തമ്പുരാൻ ഭരത് മോഹൻലാൽ. കബാലി സ്റ്റൈൽ നമ്മുടെ സ്വന്തം രജനികാന്ത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തനായ നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണൻ. പുരട്ചി തലവി എന്നറിയപ്പെടുന്ന തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രി ജയലളിത. ഇത് പുരട്ചി തലൈവർ എന്നറിയപ്പെടുന്ന തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രി MG രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. 2014 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ഇദ്ദേഹമാണ് സുനിൽ കാന്തല്ലൂർ. ഇദ്ദേഹം മറ്റാരുമല്ല, നമ്മൾ കണ്ട ജീവൻ തുടിക്കുന്ന ഈ മെഴുകു പ്രതിമകളൊക്കെ നിർമ്മിച്ചത് ആലപ്പുഴ ജില്ലക്കാരനായ ഇദ്ദേഹമാണ്. ഇനി പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.